ക്യൂയിങ് തിയറിയിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ സർവീസ് ചാനൽ ക്യൂയിങ് തിയറി. ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് എല്ലാം ഒരൊറ്റ സെർവറുള്ള പ്രോബ്ലംസ് ആയിരുന്നു. ഇനി ഒന്നിൽ കൂടുതൽ സെർവേഴ്സ് വരുന്ന കേസ്, അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് എല്ലാം ചേഞ്ച് ആവും, പുതിയ ഇക്വേഷൻസ് ആവും. സോ അവിടെ ട്രാഫിക് ഇൻറ്റൻസിറ്റി ട്രാഫിക് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ലാംഡ ഡിവൈഡഡ് ബൈ സി ഇൻറ്റു മ്യൂ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സെർവേഴ്സ് ആണ്, നമുക്ക് എത്ര സെർവർ ഉണ്ടോ അതിൻ്റെ എണ്ണം, അതാണ് സി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എൽ എസ്, എൽ ക്യു, ഡബ്ല്യു എസ്, ഡബ്ല്യു ക്യു, പി നോട്ട് ഇത്രയും കാണാനുള്ള ഇക്വേഷൻസ് ഉണ്ട്. സോ നമുക്ക് എൽ ക്യു കാണണമെങ്കിൽ ആദ്യം എൽ എസ് കാണണം, എൽ എസ് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് പി നോട്ട് കാണണം. സോ ഓരോ ഇക്വേഷൻസ് തമ്മിൽ കണക്റ്റഡ് ആണ്. സോ എല്ലാ ഇക്വേഷൻസും പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്തുകൊണ്ട് ഇത് ഡിസ്കസ് ചെയ്യാം. ഇതാണ് പ്രോബ്ലം. എ ബാങ്ക് ഹാസ് 2 tellers വർക്കിംഗ് ഓൺ സേവിങ്സ് അക്കൗണ്ട്. ദ ഫസ്റ്റ് ടെല്ലർ ഹാൻഡിൽസ് വിഡ്രോവൽസ് ഓൺലി വൈൽ ദ സെക്കൻഡ് ടെല്ലർ ഹാൻഡിൽസ് ഡെപ്പോസിറ്റ്സ് ഓൺലി. അതായത് ഒരു ബാങ്കിൽ 2 എംപ്ലോയീസ് ആണുള്ളത്. ഒരു എംപ്ലോയി ഡെപ്പോസിറ്റ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഒരു എംപ്ലോയി വിഡ്രോവൽസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. It has been found that service time distribution for the deposits and withdrawals both is exponential with a mean service time 3 per customer. അതായത് സർവീസ് ടൈം എന്ന് പറയുന്നത് 3 മിനിറ്റ് ആണ്, ഡെപ്പോസിറ്റിനായാലും വിഡ്രോവലിനായാലും. സോ ഈ 3 എന്ന് പറയുന്നത് നമ്മുടെ സർവീസ് റേറ്റ് ആണ് പറയുന്നത്. നെക്സ്റ്റ്, ഡെപ്പോസിറ്റർ ആർ ഫൗണ്ട് ടു അറൈവ് ഇൻ എ poison fashion throughout the day with a mean arrival rate of 16 per hour. Withdrawal also arrives in a poison fashion with a mean arrival of 14 per hours. ഡെപ്പോസിറ്റിൻ്റെ കേസിൽ ഒരു മണിക്കൂറിൽ 16 കസ്റ്റമേഴ്സും വിഡ്രോവലിൻ്റെ കേസിൽ ഒരു മണിക്കൂർ 14 കസ്റ്റമേഴ്സുമാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. സോ സർവീസ് റേറ്റ് എന്ന് പറയുന്നത് 3 മിനിറ്റ് ആണ്. അറൈവൽ റേറ്റ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റിൽ 16ഉം വിഡ്രോവലിൽ 14ഉം. സോ നമുക്കിവിടെ അറൈവൽ റേറ്റ് 2 എണ്ണം ഉണ്ട്, അതായത് ലാംഡ 2 എണ്ണം ഉണ്ട്. സോ ഒന്ന് ലാംഡ 1, ഒന്ന് ലാംഡ 2 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് വുഡ് ബി ദ എഫക്റ്റ് ഓൺ ദി ആവറേജ് വെയിറ്റിംഗ് ടൈം ഫോർ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് വിഡ്രോവേഴ്സ് ഇഫ് ഈച്ച് ടെല്ലേഴ്സ് കുഡ് ഹാൻഡിൽ ബോത്ത് വിഡ്രോവൽസ് ആൻഡ് ഡെപ്പോസിറ്റ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡെപ്പോസിറ്റും വിഡ്രോവലും 2 ഡിഫറെൻറ്റ് എംപ്ലോയീസ് ആണ് ചെയ്യുന്നതാണ്. അത് ഒരേ എംപ്ലോയി ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ വെയിറ്റിംഗ് ടൈം എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം. അതായത് നമ്മളിവിടെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ആവറേജ് വെയിറ്റിംഗ് ടൈമാണ്, അതായത് ഡബ്ല്യു ക്യു ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഡബ്ല്യു ക്യു എന്താണ്? ഡബ്ല്യു ക്യുവിൻ്റെ പ്രത്യേകത, രണ്ടും ഒരേ എംപ്ലോയി തന്നെ ഡെപ്പോസിറ്റും വിഡ്രോവലും ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് ടൈം എത്രയാണ്, ഒരാൾ ഒരു ക്യൂവിൽ വെയിറ്റിംഗ് ടൈം എത്രയാണ് വരുന്നതെന്നാണ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വാട്ട് വുഡ് ബി ദ ഇഫക്റ്റ് ഇഫ് ദിസ് കുഡ് ബി ഓൺലി അക്കംപ്ലിഷ്ഡ് ബൈ ഇൻക്രീസിങ് ദ സർവീസ് ടൈം ടു 3.5 മിനിറ്റ്സ്. നമ്മളോട് പറഞ്ഞു 3 മിനിറ്റ് ആണ് സർവീസ് ടൈം, അത് 3.5 മിനിറ്റ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡബ്ല്യു ക്യൂവിൽ വരുന്ന ചേഞ്ച് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 കേസിലും കണ്ടുപിടിക്കേണ്ടത് ഡബ്ല്യു ക്യൂ ആണ്. പക്ഷേ രണ്ട് കേസിലെയും നമ്മുടെ ആവറേജ് അറൈവൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. സോ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ആവറേജ് അറൈവൽ റേറ്റ് ഡെപ്പോസിറ്റിന് 16 per hour ആണ്, വിഡ്രോവലിന് 14 per hour ആണ്. സോ നമുക്കിവിടെ ലാംഡ 1 ഉണ്ട്, ലാംഡ 2 ഉണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മ്യൂ ആണ്. സോ മ്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3 മിനിറ്റ്സ് പെർ കസ്റ്റമർ. 3 മിനിറ്റ്സ് പെർ കസ്റ്റമർ, അതായത് ഒരു കസ്റ്റമറിന് 3 മിനിറ്റാണ് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ലാംഡ 2 തന്നിരിക്കുന്നത് അവറിലാണ്. സോ ഇതിനെ നമുക്ക് അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 60 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 20 per hour, അതായത് ഒരു മണിക്കൂർ 20 കസ്റ്റമേഴ്സാണ് നമ്മുടെ സർവീസ് റേറ്റ് വരുന്നത്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡെപ്പോസിറ്റും വിഡ്രോവലും ഒരേ ആൾ തന്നെ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് ടൈമിൽ വരുന്ന ഡിഫറൻസ്, ദാറ്റ് ഈസ് ഡബ്ല്യു ക്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഡബ്ല്യു ക്യൂ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ. സോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഡബ്ല്യു ക്യൂ കണ്ടുപിടിക്കണം, അല്ലേ? സോ 2 ഡബ്ല്യു ക്യൂ ഉണ്ട്, ഒന്ന് ഈ ലാംഡയുടെ ഡബ്ല്യു ക്യൂവും അടുത്തത് ഈ ലാംഡയുടെ ഡബ്ല്യു ക്യൂ. സോ ഡബ്ല്യു ക്യൂ 1ഉം ഡബ്ല്യു ക്യൂ 2ഉം നമുക്ക് കണ്ടുപിടിക്കണം. സോ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇക്വേഷൻസിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1.5 അവേഴ്സും 1.5 അവേഴ്സ് കിട്ടും, ദാറ്റ് ഈസ് 12 മിനിറ്റ്സ്. നെക്സ്റ്റ് ഇതിൽ 7/60 അവേഴ്സ് കിട്ടും, ദാറ്റ് ഈസ് 7 മിനിറ്റ്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും.
സോ നമുക്ക് ഇത് രണ്ടും കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കേസിൽ WQ എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയത് രണ്ടിൻ്റെ സെപ്പറേറ്റ് WQ ആണ്. ഇതിന് നമ്മൾ ഒന്നാക്കാൻ പോവാണ്. സോ WQ എത്ര വരികയെന്ന് അതിന് മുന്നേ നമ്മൾ ട്രാഫിക് ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഇത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം എല്ലാ ഇക്വേഷനിലും ഇത് ചോദിക്കും ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ. സോ ഇത് ആദ്യം തന്നെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ അത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ, ലാംഡ നമുക്ക് 30 ആണ്, മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. ഇവിടെ നമ്മളോട് പറഞ്ഞു ഡെപ്പോസിറ്റും വിഡ്രോവലും ഒരേ ആൾ ഹാൻഡിൽ ചെയ്യണം, അതായത് ലാംഡ 1ഉം ലാംഡ 2ഉം ഒരേ ആൾ ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ടാണ് നമ്മളിവിടെ 16ഉം 14ഉം കൂടി ആഡ് ചെയ്ത് 30 എന്നുള്ള ഒരൊറ്റ ലാംഡ ആക്കിയിട്ട് ഇതിനെ മാറ്റിയത്. ഈ കേസിൽ രണ്ടും ഒരേ ആൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ. സോ നമുക്ക് ട്രാഫിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ ആണ്, ദാറ്റ് ഈസ് 1.5 ആണ്. ഇനി ഇവിടെ 2 സെർവേഴ്സ് ആണുള്ളത് അല്ലേ, 2 എംപ്ലോയീസ് ആണുള്ളത്. സോ നമ്മുടെ C എന്ന് പറയുന്നത് 2 ആണ്. സോ നമുക്കിനി ആവറേജ് വെയിറ്റിംഗ് ടൈം കാണാം. ആവറേജ് വെയിറ്റിംഗ് ടൈം ഓഫ് എ കസ്റ്റമർ WQ എന്ന് പറയുന്നത് LQ ഡിവൈഡഡ് ബൈ ലാംഡയാണ്. സോ LQ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് LS മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ. സോ നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം, ആദ്യം LS കണ്ടുപിടിക്കണം. സോ LS കാണാൻ വീണ്ടും ഇക്വേഷൻ ഉണ്ട്, ലാംഡ ഇൻറ്റു മ്യൂ ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ ഹോൾ റൈസ് ടു C ഡിവൈഡഡ് ബൈ C മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു C ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ ഇൻറ്റു P0 പ്ലസ് ലാംഡ ബൈ മ്യൂ. വലിയ ഇക്വേഷനാണ്, ഇക്വേഷൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ബുദ്ധിമുട്ടും. സോ നമുക്ക് ആദ്യം P0 കാണാം. P0 കാണാൻ അത്യാവശ്യത്തിന് വലിയൊരു ഇക്വേഷൻ തന്നെയാണ്, 1 ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, കാരണം നമുക്ക് ലാംഡ എത്ര അറിയാം, മ്യൂ എത്ര അറിയാം. P0 ആയതുകൊണ്ട് N എന്ന് പറയുന്നത് 0 ആയിരിക്കും. C നമുക്കറിയാം 2 ആണെന്ന് നമുക്കറിയാം, ബാക്കി എല്ലാം നമുക്കറിയണതാണ്. സോ വാല്യൂസ് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളൊരു പണി മാത്രമേ നമുക്കുള്ളൂ. ഇക്വേഷൻ അറിയുമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. സോ നമുക്കിത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുക 1/7 എന്നാണ്. നമുക്ക് 1/7 ഇട്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് P0 ആണ്, നമ്മുടെ P0 നമുക്ക് കിട്ടി. ഇനി ഈ P0 വെച്ച് നമ്മൾ നെക്സ്റ്റ് LS കാണണം എന്നുണ്ടെങ്കിൽ അടുത്ത ഇക്വേഷൻ ലാംഡ ഇൻറ്റു മ്യൂ. ഈ ഇക്വേഷനിലും അതെ, നമുക്ക് എല്ലാത്തിൻ്റെയും വാല്യൂസ് അറിയാം. ലാംഡ 30 ആണ്, മ്യൂ 20 ആണ്, C 2 ആണ്. ഇത്രയും കാര്യങ്ങളെ നമുക്ക് അറിയേണ്ടൂ. P0 നമുക്കിപ്പോൾ കിട്ടി, 1/7 എന്ന് കിട്ടുകയും ചെയ്തു. സോ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 3.421 കിട്ടി. സോ നമുക്ക് LS കിട്ടി. ഇനി LSൽ നിന്ന് നമുക്ക് എങ്ങോട്ട് വരണം, LQവിലേക്ക് വരണം. LQ കാണാനുള്ള ഇക്വേഷൻ LS മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ, അതായത് LS 3.42 കിട്ടി, ലാംഡ 30, മ്യൂ 20. സോ ആൻസർ 1.62 എന്ന് കിട്ടി. സോ നമുക്ക് LQ കിട്ടി. ഇനിയാണ് നമ്മൾ എങ്ങോട്ട് വരുന്നത്, WQവിലേക്ക് വരുന്നത്. WQവിലേക്ക് വരുമ്പോൾ LQ ഡിവൈഡഡ് ബൈ ലാംഡ. LQ നമുക്ക് 1.92 കിട്ടി, ഡിവൈഡ് ബൈ ലാംഡ 30. സോ ദാറ്റ് ഈസ് 0.0643 എന്നാണ് നമ്മുടെ ആൻസർ. നമുക്കിതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 60 ചെയ്ത് കഴിഞ്ഞാൽ 3.86 മിനിറ്റ്സ് എന്ന് ആൻസർ കിട്ടും. സോ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എയുടെ ആൻസർ കണ്ടുപിടിച്ചു. അതായത് നമുക്ക് കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട്. അതായത് നമുക്ക് 2 ലാംഡ ഉണ്ടായിരുന്നു, ആ 2 ലാംഡേനെ ഒന്നാക്കി, എന്നിട്ട് നമ്മൾ ഓരോ ഇക്വേഷനായിട്ട് WQ കാണുന്നതിന് മുന്നേ LQ കണ്ടു, LQ കാണുന്നതിന് മുന്നേ LS കണ്ടു, LS കാണുന്നതിന് മുന്നേ P0 കണ്ടു. ഈ ഒരു സ്റ്റേജ് ചെയ്ത് നമ്മൾ ആൻസർ കിട്ടി 3.86. ഇനി നമ്മളോട് ബിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, നമ്മുടെ സർവീസ് ടൈം ഇപ്പം 3 ഉള്ളത് 3.5ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, 3.5ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ ചേഞ്ച് ആവും, നമ്മുടെ മ്യൂ ചേഞ്ച് ആവും അല്ലേ, മ്യൂ ചേഞ്ച് ആവും, ട്രാഫിക് ഇൻറ്റൻസിറ്റി ചേഞ്ച് ആവും, ലാംഡയ്ക്ക് മാത്രം ചേഞ്ച് സംഭവിക്കില്ല അല്ലേ. സോ മ്യൂ ചേഞ്ച് ആയി, ദാറ്റ് ഈസ് 1/3 ആണ് നമ്മൾ നെക്സ്റ്റ് 1/3 ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്തായി, 3.5 ആയി, ദാറ്റ് ഈസ് 60 ഡിവൈഡഡ് ബൈ 3.5 ആയി. 60 ഡിവൈഡഡ് ബൈ 3 ആണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തത്. 60 ഡിവൈഡഡ് ബൈ 3.5 ആയപ്പോൾ ദാറ്റ് ഈസ് 17.14 ആയി. 20 ഉണ്ടായിരുന്നത് 17.14 ആയി മാറി. ഇനി നമ്മൾ ട്രാഫിക് ഇൻറ്റൻസിറ്റി കാണുമ്പോഴും അതേ ചേഞ്ച് ഉണ്ടാവും. 30 ഡിവൈഡഡ് ബൈ 20 ചെയ്തത് 30 ഡിവൈഡഡ് ബൈ 17.14 ആണ്, ദാറ്റ് ഈസ് 1.75. സിയിൽ ചേഞ്ച് ഒന്നുമില്ല, 2 തന്നെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം,
നേരത്തെ ചെയ്ത പോലെ തന്നെ WQ തന്നെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ 17.14 എന്നുള്ള വാല്യൂ കൊടുത്തിട്ട് നമ്മൾ WQ കാണണം. WQ കാണുന്നതിന് മുന്നേ LQ കാണണം, LQ കാണുന്നതിന് മുന്നേ LS കാണണം, LS കാണുന്നതിന് മുന്നേ P0 കാണണം. എല്ലാ സ്ഥലങ്ങളിലും മ്യൂവിൻ്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 20 എന്ന് കൊടുത്തിരുന്നിടത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, 17.14 ആക്കണം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എല്ലായിടത്തും നമ്മൾ പീൻ്റെ വാല്യൂ കൊടുത്തിരുന്ന സ്ഥലത്തെല്ലാം നമ്മൾ 1.75 ആക്കിയിട്ടും ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് 0.1905 അവേഴ്സ് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 11.43 മിനിറ്റ്സ്. 3 മിനിറ്റ്സ് സർവീസ് റേറ്റ് ആകുമ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് എത്രയായിരുന്നു? 3.86 മിനിറ്റ്സ് ആണ്. അത് 3.5 ഇൻക്രീസ് ചെയ്തപ്പോൾ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 11.43. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. ഇക്വേഷൻ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് പറ്റും.